നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ ചെറുപ്പക്കാരായ പിള്ളേർ ഇത് എന്താണ് ഈ കാണിക്കുന്നതെന്ന് തലയിൽ കൈവച്ചു പോകുന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട്. അത്തരമൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ വാർത്ത വരുന്നത് ഗുജറാത്തിൽ നിന്നുമാണ്. ഗുജറാത്തിലെ അമ്രേലി ജില്ലയിലുള്ള അൻഡാലിയ ഗ്രാമത്തിന് സമീപം സിംഹങ്ങളുടെ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്താനായി അനധികൃതമായി റിസർവ് വനത്തിൽ അതിക്രമിച്ചു കയറിയ 21കാരൻ സിംഹത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സോഹിൽ മേമൻ എന്ന യുവാവാണ് ക്രൂരമായ ആക്രമണത്തിന് ഇരയായ ദാരുണമായി മരണപ്പെട്ടത്. അമ്രേലി മേഖലയിൽ ഒരു മാസത്തിനിടെ സിംഹത്തിന്റെ ആക്രമണത്തിൽ മനുഷ്യൻ കൊല്ലപ്പെടുന്ന 4ാമത്തെ സംഭവമാണിത് എന്നതിനാൽ വനം വകുപ്പും പോലീസും അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത്. ജൂലൈ 8 രാത്രി 8 മണിയോടെ ലുവാരിയ റിസർവ് വനത്തോട് ചേർന്ന മേഖലയിലാണ് സംഭവം നടന്നത്. സോഹിലും 2 സുഹൃത്തുക്കളും ചേർന്ന് സിംഹങ്ങളെ വളരെ അടുത്തു കാണാനും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്താനുമായി നിയമവിരുദ്ധമായി കാട്ടിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. സിംഹങ്ങളുടെ ഇണചേരൽ സമയത്താണ് യുവാക്കൾ കാടിനുള്ളിൽ എത്തിയത്. ഈ സമയങ്ങളിൽ വന്യമൃഗങ്ങൾ കടുത്ത പ്രകോപനം സ്വഭാവം കാണിക്കാറുള്ളതാണ്. യുവാക്കൾ സിംഹങ്ങളുടെ വളരെ അടുത്തേക്ക് എത്തിയതോടുകൂടി അതീവ പ്രകോപിതരായ ആൺസിംഹം സോഹിലിനെ നേർക്കുനേർ ആക്രമിക്കുകയായിരുന്നു. മാത്രവുമല്ല, സിംഹം യുവാവിനെ ആക്രമിച്ചതോടുകൂടി ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ഭയന്നോടി രക്ഷപ്പെട്ടു. സോഹലിനെ കടിച്ചുകീറി വനത്തിനുള്ളിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയ സിംഹം ഏറെ നേരം മൃതദേഹത്തിന് സമീപം തന്നെ കാവലിരിക്കുകയായിരുന്നു എന്നും വിവരമുണ്ട്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് വലിയ പരിശ്രമത്തിനൊടുവിലാണ് സിംഹത്തെ തുരത്തി മൃതദേഹം കാടിന് പുറത്തേക്ക് എത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചത്. ആക്രമണം നടത്തിയ സിംഹത്തെ വനം വകുപ്പ് പിന്നീട് മയക്കുവെടി വെച്ച് പിടികൂടുകയായിരുന്നു. നിയമവിരുദ്ധമായി വനത്തിൽ പ്രവേശിച്ചതിന് സോഹലിനൊപ്പം ഉണ്ടായിരുന്ന 2 സുഹൃത്തുക്കളെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ മൊബൈൽ ഫോണുകൾ പരിശോധിച്ചപ്പോൾ സിംഹങ്ങളെ നിരീക്ഷിക്കുന്നതിന്റെ ചിത്രങ്ങളും വീഡിയോകളും ഡിലീറ്റ് ചെയ്തതായും ഫോൺ ഫോർമാറ്റ് ചെയ്തതായും പോലീസ് കണ്ടെത്തി. ഡിജിറ്റൽ തെളിവുകൾ വീണ്ടെടുക്കുന്നതിനായി ഈ ഫോണുകൾ ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ്. ഗിർവന മേഖലയ്ക്ക് പുറത്ത് വിനോദസഞ്ചാരികൾക്കായി നാട്ടുകാരായ ചില ഏജന്റുമാർ നടത്തുന്ന അനധികൃത ലയൺ സഫാരിയെ കുറിച്ച് വനംവകുപ്പ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. വന്യമൃഗങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പൊതുജനങ്ങൾ വിട്ടുനിൽക്കണമെന്നും നിയമലംഘകർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഡെപ്യൂട്ടി കൺസർവേറ്റർ ചിരാഗ് അമീൻ വ്യക്തമാക്കി.